ഹായ് വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീഡോമീറ്റർ ചാർട്ട് ഫോർ ട്രാക്കിംഗ് ടാർജറ്റ് വിത്ത് അച്ചീവ്മെൻറ്റ്. ഇപ്പോൾ നമുക്കൊരു ചാർട്ട് കാണാം. ഇവിടെ സ്പീഡോമീറ്റർ പ്രസാദ് രവി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഡയലും മാറുന്ന കാണാം. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഡാഷ്ബോർഡ് ക്രിയേഷനിലും അതുപോലെ തന്നെ റിപ്പോർട്ട് ക്രിയേഷനിലൊക്കെ. ഒരു സ്പീഡോമീറ്റർ ചാർട്ട് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും ഇത് നമ്മുടെ റിപ്പോർട്ട് കാണുന്നവർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ കുറച്ച് ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാം സെയിൽസ്മാൻ ടാർജറ്റ് അച്ചീവ്ഡ് ഒരു ടേബിൾ കാണാം. അതിൻ്റെ താഴെ തന്നെ ഒരു വേറെ ടേബിൾ ഉണ്ട്. ഇവിടേക്ക് ഞാൻ ഇതിൻ്റെ ഡാറ്റ വാലിഡേഷൻ കൊണ്ടുവരണം ലിസ്റ്റ് വെച്ച് സോഴ്സ് ആക്കി. ദാറ്റ് മീൻസ് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ നെയിം സെലക്ട് ചെയ്ത് വരണം. ഓപ്ഷന് വേണ്ടി നമ്മളിവിടെ ചെയ്ത് വെച്ചാണ്. നമുക്കിവിടെ ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ നെയിം അതിനെ ക്ലിക്ക് ചെയ്യും. ഇവിടെ ടാർജറ്റ് അച്ചീവ്ഡിൽ നമുക്ക് മുകളിലത്തെ ഡാറ്റയാണ് കറസ്പോണ്ടിങ് ഡാറ്റയാണ് വരുന്നത്. അതിന് നമ്മൾ വി ലുക്കപ്പ് ഫോർമുല അപ്ലൈ ചെയ്യാണ്. ദാറ്റ് മീൻസ് സെയിൽസ്മാനെ ലുക്കപ്പ് വാല്യൂ കൊടുത്തിട്ട് അബ്സല്യൂട്ട് റെഫറൻസ് കൊടുക്കുക. ഈ ടേബിൾ ഫുൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതിന് നമ്മൾ ഇതുപോലെ അബ്സല്യൂട്ട് റെഫറൻസ് കൊടുത്ത് കോമ 2 സെക്കൻഡ് കോളം കോമ 0 ഇത് ടൈപ്പ് ചെയ്ത് ടാർജറ്റിൻ്റെ വാല്യൂ കിട്ടി. ഇതേപോലെ തന്നെ ഇത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അച്ചീവ്ഡിൽ പേസ്റ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് 2ന് പകരം 3 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് മീൻസ് നമുക്ക് തേർഡ് കോളമാണ് വേണ്ടത് അച്ചീവ്. ഇവിടെ പെർസെൻറ്റേജ് വാല്യൂ നമ്മൾ കണ്ടെത്താം. ദാറ്റ് മീൻസ് നമ്മൾ എത്ര ടാർജറ്റ് അതിന് എത്ര അച്ചീവ് ചെയ്ത് അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ കണ്ടെത്താനുള്ള ഫോർമുല ഈക്വൽ ടു ഡിവൈഡ് ബൈ ഡി. ദാറ്റ് മീൻസ് അച്ചീവ്മെൻറ്റ് ഡിവൈഡ് ബൈ ടാർജറ്റ് 83 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് നമ്മൾ പെർസെൻറ്റേജ് വാല്യൂയിലേക്ക് കൊണ്ട് ഇൻറ്റു 100. അതിൻ്റെ ഒപ്പം തന്നെ റൗണ്ട് ഓപ്ഷൻ ചെയ്യാം. റൗണ്ട് ചെയ്ത് നമ്മൾ ഈ വാല്യൂവിനെ ഇൻറ്റു 100 ടൈപ്പ് ചെയ്ത് കോമ 0 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റൗണ്ട് 0 നമുക്ക് ഡെസിമൽ പ്ലേസ് വേണ്ട പെർസെൻറ്റേജ് വാല്യൂവിൽ. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിവിടെ ഈ പോയിൻറ്റിൻ്റെ താഴെ വാല്യൂവിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക. ദാറ്റ് മീൻസ് ഈ പെർസെൻറ്റേജാണ് ലിങ്ക് കൊടുക്കേണ്ടത്. കാരണം നമുക്ക് ചേഞ്ചസ് നമ്മൾ മുമ്പ് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ വാല്യൂവിലാണ് അതിൻ്റെ എമൗണ്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ അതിന് മുമ്പായിട്ട് സ്പീഡോമീറ്ററിൽ ബേസിക് സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ നമുക്ക് സ്പീഡോമീറ്റർ ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ സ്റ്റാർട്ടിൽ 0 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മിനിമം 40, ആവറേജ് 45, ടാർജറ്റ് 15. ദാറ്റ് മീൻസ് ടോട്ടൽ അറൗണ്ട്ലി 100 ആയിരിക്കണം. ഈ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു വാല്യൂ പറഞ്ഞാൽ ഈക്വൽ ടു സം ഓഫ് എബൌട്ട് ഡാറ്റ സ്റ്റാർട്ട് മിനിമം ആവറേജ് ടാർജറ്റ്. ദാറ്റ് മീൻസ് 100. കാരണം നമ്മൾ 100 കിലോമീറ്റർ അല്ലെങ്കിൽ 100ൻ്റെയാണ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. 100%ൻ്റെയാണ്. ഈ വാല്യൂയിൽ കൊടുക്കുന്നത് പെർസെൻറ്റേജ് വാല്യൂ ആണ്. അതുപോലെ നീഡിൽ നമുക്ക് ഒരു 2 കൊടുത്താൽ മതി. കാരണം സൈസ് 2 ആണ് വേണ്ടത്. ഇവിടെ എൻ്റെ പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ വരേണ്ട വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സം ഓഫ് സ്പീഡോമീറ്റർ ചാർട്ടിൻ്റെ ദാറ്റ് മീൻസ് സ്പീഡോമീറ്ററിൻ്റെ ടോട്ടൽ സം ഇൻക്ലൂഡിങ് ഔട്ട്സ്റ്റാൻഡിങ് മൈനസ് സം ഓഫ് വാല്യൂ ആൻഡ് നീഡിൽ ഇത് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. ദാറ്റ് മീൻസ് 100 മൈനസ് 52 that means equal to 48. ഇവിടെ 148 നമുക്ക് കിട്ടി. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് 2 ഡോഗ്നെറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഫസ്റ്റ് നമ്മൾ ഡോഗ്നെറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സ്പീഡോമീറ്ററിൻ്റെയാണ്. ഡോഗ്നെറ്റ് ചാർട്ട് ഇൻസെറ്റിൽ വന്ന് നമുക്ക് പൈ ചാർട്ടിൻ്റെ ഓപ്ഷനിൽ ഡോഗ്നെറ്റ് കാണാം. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെയാണ് നമ്മൾ അതിൻ്റെ ഡോഗ്നെറ്റ് എന്ന് പറയാം. ഓക്കെ, അതിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിന് നമുക്കൊരു ഇതുപോലെ തന്നെ കോമൺ സ്ട്രാറ്റജി ഉണ്ട്. നമുക്ക് ഒരു സ്പീഡോമീറ്റർ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ റൈറ്റ് സൈഡിലിരിക്കുന്നത് നമുക്ക് അപ്പിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടി നമുക്കിവിടെ ഫോർമാറ്റ് ചാർട്ട് ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് അതിൻ്റെ സീരീസ് മാറ്റണം. ചാർട്ട് ഓപ്ഷനിൽ വന്ന് ലെജൻഡ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ നമുക്ക് കാണാം. അവിടെ നമ്മൾ ഫസ്റ്റ് ആംഗിൾ സൈസ് 270 ഡിഗ്രി ആയിരിക്കും കൊടുത്തിട്ട്. അതൊരു കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ്. ഏത് സ്പീഡോമീറ്റർ ചാർട്ടിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആംഗിൾ ഓഫ് ഫസ്റ്റ് സ്ലൈസ് എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രീൻ കളർ നമുക്ക് താഴെ വന്ന് കിടക്കുന്നതാണ്. ഈ ഗ്രീൻ കളറിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് ഒരു നോ ഫിൽ ഇട്ട് കൊടുക്കണം. ദാറ്റ് മീൻസ് ഫിൽ ഓപ്ഷനിൽ വന്ന് നിങ്ങൾക്ക് കാണാം. ഫിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോ ഫിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ബ്ലാങ്ക് ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഇതുപോലെ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ വേറൊരു ചാർട്ട് കൂടി ക്രിയേറ്റ് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഡാറ്റയിൽ വന്ന് ഇവിടെ ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് നമുക്കിവിടെ വരേണ്ട ചാർട്ട് പറഞ്ഞാൽ പോയിൻ്ററാണ്. ഈ പോയിൻ്റർ പറഞ്ഞാൽ നമുക്ക് അവിടെ ഏത് ഇതിലാണ് പോയിൻ്റ് സെലക്ട് ചെയ്യേണ്ടത് അതിനാണ് നമുക്ക് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് സീരീസ് വാല്യൂ ആയിട്ട് 50 to 148 കൊടുക്കുക. ഓക്കെ കൊടുക്കത്തതിന് അതുപോലെ തന്നെ നമുക്കിവിടെ എഡിറ്റിൽ ഓപ്ഷനിൽ റൈറ്റ് സൈഡിൽ ഹൊറിസോണ്ടലിൽ അവിടെ നമ്മൾ ഈ ആംഗിൾ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഓറഞ്ച് കളറ്, അതാണ് നമ്മുടെ നീഡിൽ. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഈ രണ്ട് കളർ ഗ്രേ കളറും ബ്ലൂ കളറും നമുക്ക് ഇവിടെ ഓഫിൽ കൊടുക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. സ്ലൈസ് എപ്പോഴും 270 ആയിരിക്കും, ഓട്ടോമാറ്റിക് മുമ്പ് സെലക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ ഫിൽ ഓപ്ഷനിൽ വന്ന് നോ ഫിൽ കൊടുക്കണം. അതുപോലെ ബ്ലൂ കളറിന് നമ്മൾ നോ ഫിൽ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് നീഡിൽ മാത്രമായി നമ്മുടെ കയ്യിൽ ബാലൻസ്. ഓക്കെ, ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് ഈ ഡോഗ്നെറ്റിൻ്റെ നമുക്ക് റൗണ്ട് സൈസ് നമുക്ക് ഓൾ സൈസ് കുറയ്ക്കണം. അതിന് നമുക്ക് 30-40ലേക്ക് കൊണ്ടുവന്നാൽ 35 മീഡിയം റേറ്റാണ്. ഇപ്പോൾ നമ്മുടെ മീറ്ററുമായി ഗേജുമായി. ഓക്കെ, നമ്മളിനിപ്പോൾ ഇവിടെ ഈ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നീഡിൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോ വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചാർട്ട് ടൈറ്റിൽ നമുക്ക് സ്പീഡോമീറ്റർ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ഇതിൻ്റെ വാല്യൂസും അതുപോലെ തന്നെ ഇതിൻ്റെ ഡാറ്റ ടേബിളൊക്കെ കൊടുക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡാറ്റ ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് 120 ഒക്കെ വന്നു. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 2 ഇവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതുപോലെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ വാല്യൂസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇത് എല്ലാ ഡാറ്റാസും നമുക്ക് ഉപയോഗിക്കാനൊരു ഓപ്ഷനാണ്, വളരെ ക്വിക്കായിട്ട് ഉപയോഗിക്കാനൊരു ഓപ്ഷനാണ്. നമുക്കിവിടെ 2നെ സെലക്ട് ചെയ്തിട്ട് 2ൻ്റെ ഫോണ്ട് സൈസ് വലുതാക്കുക. ഓമിൽ വന്ന് സൈസ് വലുതാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്. ഇനി ഇവിടെ നമ്മൾ ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഈ 2ൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഈ 2ന് പകരം വരേണ്ടത് എനിക്കിവിടെ വാല്യൂ ആണ് വരേണ്ടത്. ദാറ്റ് മീൻസ് ഇവിടെ ഈക്വൽ ടു പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ 100 വന്നാണ്. ഇപ്പോൾ നമുക്കിവിടെ ഇത് ടേബിൾ മാറുന്നതനുസരിച്ച് നമുക്കിവിടെ ഇതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഇപ്പോൾ ഓരോ നെയിം സെലക്ട് ചെയ്യുമ്പോൾ പ്രസാദിന് സെലക്ട് ചെയ്യുമ്പോൾ 83, ദാറ്റ് മീൻസ് 83. അപ്പോൾ നമുക്കിവിടെ യെല്ലോൻ്റെ തൊട്ട് മുകളിലായിരിക്കാം, തൊട്ട് താഴെയാണ്. അതുപോലെ തന്നെ ചാർട്ട്, ഈ ചാർട്ട് വളരെ ക്വിക്കായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിന് നമുക്ക് ചില മോഡിഫിക്കേഷൻസ് വരുത്തി എങ്ങനെ ഒരു ഡാഷ്ബോർഡ് ചാർട്ട് ആക്കാമെന്ന് കാണാം. ഇതിൽ ചില പോർഷൻസ് കളയേണ്ടതുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചിലത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടൂളിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഈ 100 വാല്യൂവിന് ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റേബിളായി നിൽക്കില്ല. ദാറ്റ് മീൻസ് മീറ്റർ ഗേജ് മാറുന്നതനുസരിച്ച് ആ ഗേജിൻ്റെ ഒപ്പം തന്നെയാണ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു സ്റ്റേഗനൈറ്റ് ഫിഗറിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെ നോഫിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ ട്രാൻസ്പറൻസി ആണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഒരു സെലക്ട് ലിങ്ക് കൊടുക്കുകയാണ്. ഗ്രാഫിൻ്റെ ഉള്ളിൽ കൂടെ പോകാം. നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ഈ 71 ഏതാണോ 71 ക്ലിക്ക് ചെയ്യുക. അത് നമുക്കൊന്ന് വലുതാക്കി എടുക്കാം, നോ പ്രോബ്ലം. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നെയിമിൻ്റെ അവിടെ സൈസ്മെൻ്റ് നെയിം ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ചാർട്ട് ടൈറ്റിൽ കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓപ്ഷൻ കളയാം. ഞാൻ ചാർട്ട് ഒന്നുകൂടി ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പേര് അവിടെ വേണം. നമുക്കിവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഓൾറെഡി വരുത്താം. ഓൾറെഡി ഇവിടെ 2 ഡോഗ്നെറ്റ് ചാർട്ട് ഉണ്ട്. നമ്മൾ ഫില്ല് കൊടുത്തുകൊണ്ടാണ്, നോ ഫില്ല് കളർലെസ് ഉള്ളതുകൊണ്ടാണ് കാണാത്തത്. ബോർഡറിനൊക്കെ നമുക്ക് നോ ഫില്ല് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഇനി ഇവിടെ ചെറിയ ചേഞ്ചസ് വരുത്തേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിനെ ഒരു സെൻട്രലൈസ്ഡ് ഫിഗറിലേക്ക് കൊണ്ട് മെർജ് ആൻഡ് സെൻറ്റർ ചെയ്യാം. സെലക്ട് ചെയ്തുകൊണ്ട് മെർജ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ 71 എന്ന് കളയാം, കാരണം ദാറ്റ് മീൻസ് അതൊരു അഭംഗിയായിരിക്കും ചാർട്ടിന്. ഓൾറെഡി 71 ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ 71 നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ വലുതാക്കാം, സെൻറ്റർ ആക്കിയിട്ട് വലുതാക്കാൻ ഓപ്ഷൻ നമുക്ക്.
ഇനി ഇതിന് നമുക്കൊരു നമ്മൾ ഡാറ്റ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചാർട്ട് ഒരു തടസ്സമാകാൻ പാടില്ല. അതിനു വേണ്ടി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാർട്ടിന് മാത്രം നമുക്ക് ലോക്ക് ഓപ്ഷൻ കൊടുക്കാതെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ ഓരോ സെയിൽസ്മാൻ്റെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റ് വൈസും ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓരോ ഇതിൻ്റെയും എത്ര പെർസെൻറ്റേജ് അച്ചീവ് ചെയ്തത്, ടാർഗറ്റ്, അതൊക്കെ ഡൈനാമിക് ആയിട്ടാണ് ഓട്ടോമാറ്റിക് വരാവുന്ന ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും ഫോർമുലാസ് വെച്ചിട്ട്. ഇതൊക്കെ നമ്മൾ ഡാഷ്ബോർഡ് റിപ്പോർട്ടിൽ വളരെ ഹെൽപ്പായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിനെ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്യണം. കാരണം വെച്ചാൽ ഡാറ്റ ഇതിനെ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ പ്രോപ്പർട്ടീസിൽ ലോക്ക്ഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടമിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ ഞാൻ ഇതുപോലെ തന്നെ ഇവിടെയും സെല്ലും നമുക്ക് ഈ സെല്ല് മാത്രമേ നമുക്ക് ഇൻട്രാക്റ്റീവ് വരേണ്ട ആവശ്യമുള്ളൂ. ഇതിന് ഫോർമാറ്റ് സെൽസിൽ വന്നിട്ട് പ്രൊട്ടക്ഷനിൽ ലോക്ക്ഡ് കൊടുക്കണം, അൺലോക്ക് തന്നെ കൊടുക്കണം. ഇനി ഇവിടെ നിന്ന് റിവ്യൂവിൽ വന്നിട്ട് ഞാൻ പ്രൊട്ടക്റ്റ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ കാണാം, നമുക്ക് ഈ പേര് മാറുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ചാർട്ട് മാറും. അതുപോലെ പക്ഷേ നമ്മുടെ ചാർട്ടുകളിലൊന്നും യാതൊരു തടസ്സങ്ങളും വരില്ല. സോ ഇത് വളരെ ക്വിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഈ വർക്ക് ബുക്ക് ഫയൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ബിലോ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇത് 4-5 വട്ടം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ട് പ്രസൻറ്റേഷനിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ അറിയാനും നമ്മുടെ പുതിയ കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. www.accesskillcorner.com വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൽ എൻറോൾ ചെയ്യാം. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന സിലബസ് പറഞ്ഞ ബേസിക് ഫോർമുലാസ് ടു ഡാഷ്ബോർഡ് റിപ്പോർട്ട് വരെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്രൊഫൈലിലോ അല്ലെങ്കിൽ നമ്മുടെ ജോബ് ഇതിൽ വളരെ റിക്വയർമെൻറ്റുള്ള സബ്ജക്റ്റാണ്. സോ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, ബൈ.